ഹലോ ഫ്രണ്ട്സ്, ആക്ച്വലി കുറേ നാളായിട്ട്, അതായത് ഏതാണ്ട് ഒരു വർഷത്തോളമായി എൻ്റെ സോക്കറ്റിന് ലൂസ് വന്നിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ലൂസ് വന്നിട്ട് എങ്ങനെയാണ് നടക്കണേന്ന്. നമുക്ക് പാഡിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് കുറേയൊക്കെ കൊണ്ട് നടക്കാം കേട്ടോ. അത് ഇനിയും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആയപ്പോൾ എന്താ പിന്നെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു വിചാരത്തിലായി. അങ്ങനെ നമ്മൾ അളവെടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. നേരത്തെ കാണിച്ച സംഭവം ആ മെഷർമെൻറ്റ് ടൈമിൽ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, സോക്കറ്റിൻ്റെ അവിടെ. പിന്നെ എനിക്കാണെങ്കിൽ നല്ലോണം സോക്കറ്റ് ഇഷ്യൂ വരുന്ന ആളാ, നിറയെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാലും ഏതാണ്ട് ശരിയായ ഞാൻ അതൊരു വിധമൊക്കെ ഓടിക്കും കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നല്ല ടെൻഷൻ ഉണ്ട്, നന്നായി ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത്. കുറേ നേരം ഈ നിപ്പിങ്ങനെ നിന്നാലാണ് ഇതൊന്ന് മെഷർമെന്റ് എടുത്ത് കഴിയുക കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഗിനും റോഡ് ഇട്ടുള്ള കാരണം കൊണ്ട് ഭയങ്കര കാലുവേദന ഇളകും. എന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ, കാര്യങ്ങൾ നടക്കണ്ടേ. എന്നോടാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ സോക്കറ്റിന്റെ ഇഷ്യൂസ് പറയാറുണ്ട്. എന്ന് വെച്ചാ സോക്കറ്റ് റെഡി ആവണില്ല എന്നുള്ളത് നമ്മൾ ആംബ്യൂട്ടീസിന്റെ വലിയ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. സത്യത്തിൽ അതെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. എൻ്റെ ഒരു വിചാരത്തിലും ഞാൻ അറിഞ്ഞത് വെച്ചിട്ടും അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും ഈ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനെ കുറിച്ചിട്ടായിരിക്കും ചെയ്യുക. നമ്മളിപ്പോൾ മെഷർമെന്റ് എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയൽ കപ്പ് ഉണ്ടാക്കി തരും, അതായത് ട്രയൽ സോക്കറ്റ്. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ഫൈനലിലേക്ക് പോവാട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.